ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് ബീഫ് പൊക്കവടയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. പുറമേക്ക് ചെറിയ ക്രിസ്പിനെസ്സും ഉള്ളിലേക്ക് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പൊക്കവട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു പൊക്കവട നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി. ഈ ഒരു പൊക്കവടയിലേക്ക് നമുക്ക് അധികം സവാളയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതാ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ചതച്ചിട്ടുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ ആ ബീഫ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫാണ് എടുത്തത്. പിന്നെ അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അവർ കളറൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കാശ്മീരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ബീഫ് മസാലയാണ് ചേർക്കുക. അപ്പോൾ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ആവശ്യത്തിന് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് തൈരാണ്. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈര് തന്നെയാണ്, പുളി ഇല്ലാത്തൊന്നുമല്ല. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു പക്കോടയിലേക്ക് കടലപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുറമേക്ക് കുറച്ച് ക്രിസ്പിനെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറമെ ഇങ്ങനെ നമ്മൾ തൊടുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റ് പറയുന്നില്ല, നമ്മൾ ഓരോ ഇതിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേശ്ശെ ചേർക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇത് ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്ത ശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പക്കാരെന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതാണ്. ബേക്കിംഗ് സോഡ എന്ന് ചിലർക്ക് അറിയാത്തത് ഉണ്ടാവും, അതുകൊണ്ടാണ് ഡൗട്ടുള്ളവർക്ക് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഓയിലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായ ശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ചെറിയ ഇതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം അത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ കണ്ടോ, അത് പൊങ്ങി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന അതേ സെയിം സ്ട്രക്ചറിലുള്ള പൊക്കവട ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അതുപോലെ ബീഫൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊക്കവടയാണ്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, ഇത് ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്നും അങ്ങനെ കുടിക്കൊന്നും ചെയ്യില്ല ഈ ഒരു പൊക്കവടയ്ക്ക് കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പൊക്കവട എടുത്ത് കാണിച്ച് നല്ല പൊങ്ങി വന്നിട്ടുള്ള പൊക്കവട ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് ഞാനത് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കഴിക്കാൻ പറ്റില്ല, നോമ്പായതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറമേക്ക് ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളൊരു അടിപൊളി പൊക്കവടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്